എല്ലാവർക്കും നമസ്കാരം. രാമായണം 14-ാം ദിവസം. സമ്പാദി എന്നൊരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ. അതിലേക്ക് നോക്കാം. മഹേന്ദ്ര പർവ്വതത്തിലെ ഒരു ഗുഹയിൽ വളരെ വൃദ്ധനായ ഒരു കഴുകൻ പാർത്തിരുന്നു. പേര് സമ്പാദി. ചിറകുകളില്ലാത്തതിനാൽ പ്രയാസപ്പെട്ടാണ് ഇര തേടിയിരുന്നത്. അതിനു പുറമെ വാർദ്ധക്യത്തിൻ്റെ അവശതയും. ഭക്ഷണമില്ലാതെ പക്ഷിരാജൻ കഷ്ടപ്പെട്ടിരുന്ന കാലത്താണ് വാനരന്മാർ നിർഭവിരിച്ച് മരണം കാത്തു കിടക്കുന്നത് കണ്ടത്. ഇനി കുറേ കാലത്തേക്ക് പട്ടിണി വേണ്ട, ചാവുന്ന മുറയ്ക്ക് കുരങ്ങന്മാരെ എളുപ്പത്തിൽ അകത്താക്കാം. സമ്പാദി ഉറക്കെ ചിന്തിച്ചത് വാനരന്മാർ കേട്ടു. അവർ സങ്കടവും ദേഷ്യവും നിരാശയും സഹിക്കവയ്യാതെ കൂടുതൽ പരവശരായി. എന്തുകൊണ്ടോ അവർ അപ്പോൾ ഓർത്തത് ജടായുവിൻ്റെ കഥയാണ്. പുണ്യാത്മാവായ ആ കഴുകൻ രാമകാര്യം സാധിക്കാനായി പ്രാണൻ വെടിഞ്ഞു. പക്ഷിയാണെങ്കിലും അവന് മോക്ഷം ലഭിച്ചു. ജടായുവിൻ്റെ ഭാഗ്യം നമുക്കില്ലാതെ പോയല്ലോ, അവർ പരസ്പരം പറഞ്ഞു വിലപിച്ചു. വാനരന്മാർ പറഞ്ഞത് കേട്ട് സമ്പാദി അത്ഭുതത്തോടെ അവരുടെ അരികെ ചെന്ന് വിവരങ്ങൾ തിരക്കി. രാമലക്ഷ്മണന്മാർ സീതയോടുകൂടി കാട്ടിൽ വന്നതും രാവണൻ ജാനകിയെ അപഹരിച്ചു കൊണ്ടുപോയതും ഒക്കെ അവർ വിശദമായി സമ്പാദിയെ ധരിപ്പിച്ചു. സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം സീതയെ അന്വേഷിച്ച് വന്നവരാണെന്നും പറഞ്ഞു. ജടായു മരിക്കാനുണ്ടായ സാഹചര്യവും വിവരിച്ചു. അങ്ങേക്ക് അറിയുമെങ്കിൽ സീതയുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളുടെ പ്രാണൻ രക്ഷിക്കുക, വാനരന്മാർ കേണപേക്ഷിച്ചു. ജടായുവിൻ്റെ സഹോദരനായിരുന്നു ഈ സമ്പാദി. വളരെ കാലമായി തമ്മിൽ കാണാൻ അവസരം കിട്ടിയിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ കേട്ടതോ അനുജൻ്റെ മരണവാർത്തയും. അനേകായിരം സംവത്സരങ്ങൾക്ക് ശേഷമാണ് താൻ സഹോദരനെക്കുറിച്ച് കേട്ടത് എന്നാണ് ജടായു പറഞ്ഞത്. ദുഃഖിതനായ സമ്പാദി വാനരന്മാരുടെ സഹായത്തോടെ സഹോദരന് വേണ്ടി ഉദകക്രിയകൾ ചെയ്തു. സ്വസ്ഥനായ സമ്പാദി സീതയുടെ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. സമുദ്രമധ്യത്തിൽ ത്രികൂടപർവ്വതം, അതിനു മുകളിലായി ലങ്കാപുരി. അവിടെ അശോകവനിയിൽ സീതയിരിക്കുന്നു. ചുറ്റും കാവലിനായി രാക്ഷസ സ്ത്രീകൾ. ഇവിടെ നിന്ന് 100 യോജന ദൂരമുണ്ട്. എന്നാലും ഗൃദ്രനാകയാൽ എനിക്ക് തെളിഞ്ഞു കാണാം. അനുജനെ വധിച്ച രാവണനോട് പകവീട്ടാൻ സമ്പാദിക്കും ഉത്സാഹമുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. വാർദ്ധക്യത്തിൻ്റെ അവശത, പറക്കാൻ ചിറകുകളുമില്ല. തൻ്റെ ചിറക് നഷ്ടപ്പെട്ട കഥ സമ്പാദി വാനരന്മാരെ കേൾപ്പിച്ചു. യൗവനം തിളച്ചു നിന്ന കാലം. ബലവേഗങ്ങൾ പരീക്ഷിക്കാനായി അനുജനെയും കൂട്ടി മേൽപോട്ട് പറന്നു. കുറേ ചെന്നപ്പോൾ സൂര്യരശ്മിയാൽ ജടായുവിൻ്റെ ചിറകിന് തീ പിടിച്ചു. അനുജനെ രക്ഷിക്കാനായി അവനെ താഴെയാക്കി ഞാൻ മുകളിൽ പറന്നു. അവൻ അപായം പറ്റാതെ താഴെ വീണു. ഞാൻ ചിറകുകൾ രണ്ടും കരിഞ്ഞ് ഭൂമിയിൽ പതിച്ചു. പക്ഷങ്ങളാണല്ലോ പക്ഷികൾക്ക് ആശ്രയം. അന്ന് എന്നെ രക്ഷിച്ചത് നിശാകരൻ എന്ന മുനിയാണ്. ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തന്നു. അവനവൻ്റെ കർമ്മഫലമനുസരിച്ചാണ് ഓരോരുത്തരും ജന്മമെടുക്കുന്നത്. അതുകൊണ്ട് ആ ജന്മത്തിന് വിധിച്ചിട്ടുള്ള സുഖദുഃഖങ്ങൾ അതേപടി അനുഭവിക്കാതെ തരമില്ല. അന്നേ മുനി എന്നെ അനുഗ്രഹിച്ചിരുന്നു. ത്രേതായുഗത്തിൽ സീതാന്വേഷണത്തിനായി വരുന്ന വാനരന്മാർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശം നൽകുക. അതോടെ പുതിയ ചിറകുകൾ മുറിച്ച് നീ വീണ്ടും പറക്കാൻ തുടങ്ങും. വാനരന്മാർ അത്ഭുത ശബ്ദരായി നോക്കി നിൽക്കെ സമ്പാദിക്ക് പുതിയ ചിറകുകൾ മുളച്ചു. പക്ഷിരാജൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നുയർന്നു. നിരാശ മൂലം മരിക്കാൻ തയ്യാറായ വാനരന്മാർ വീണ്ടും ഉത്സാഹഭരിതരായി. എങ്ങനെ സമുദ്രം കടഞ്ഞ് ലങ്കയിലെത്താമെന്നായി അവരുടെ ആലോചന. കുറേയൊക്കെ ചാടാമെന്നല്ലാതെ 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്താമെന്ന ആത്മവിശ്വാസം ആരും പ്രകടിപ്പിച്ചില്ല. ജാമ്പവാൻ മാത്രം ഒരു പഴങ്കഥ പറഞ്ഞു. മുമ്പ് വാമനൻ 3 അടി കൊണ്ട് 3 ലോകം അളന്ന അവസരത്തിൽ ഞാൻ പെരുമ്പറ കൊട്ടി 21 തവണ ത്രിലോകങ്ങളും വലം വയ്ക്കുകയുണ്ടായി. അന്ന് എനിക്ക് ചെറുപ്പമായിരുന്നു. ഇന്ന് എനിക്കാവില്ല, പടുവൃദ്ധനായി കഴിഞ്ഞു. ഒന്നും മിണ്ടാതെ ചിന്താമഗ്രനായിരിക്കുന്ന ഹനുമാനിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിഞ്ഞു. നിനക്കല്ലാതെ മറ്റാർക്കും ഈ കൃത്യം നിർവഹിക്കാനാവില്ല. ജാമ്പവാൻ ഹനുമാനെ തൊട്ടുണർത്തി. മാരുതി മുൻപേ ചെയ്തിട്ടുള്ള വീരകൃത്യങ്ങൾ ഓർമ്മിപ്പിച്ചു. സൂര്യൻ ഉദിച്ചുയരുന്നത് കണ്ട് അത് പാകമായൊരു ഫലമാണെന്ന് കരുതി പറിച്ചെടുക്കാൻ മേലോട്ട് ചാടിയ കുട്ടിയല്ലേ നീ? രാഘവൻ സീതയ്ക്ക് നൽകാനായി സ്വന്തം മോതിരം ഏൽപ്പിച്ചതും നിന്റെ കയ്യിലാണല്ലോ. ശരിയാണല്ലോ. ഹനുമാൻ്റെ ബോധം തെളിഞ്ഞു. അത്രയ്ക്കും രാമന് തന്നിൽ വിശ്വാസമുണ്ടെന്നല്ലേ അതിനർത്ഥം? ഇനി അമ്പാന്നിച്ചുകൂടാ. മാരുതി ബ്രഹ്മാണ്ടം കുലുങ്ങുമാറ് സിംഹനാദം മുഴക്കി. അന്ന് വാമനൻ വളർന്നതുപോലെ ആകാശം മുട്ട വലുതായി. ലങ്കാനഗരം ഭസ്മമാക്കി രാവണനെ കുലത്തോടെ നശിപ്പിച്ച് സീതാദേവിയെയും കൊണ്ട് ഞാൻ ക്ഷണത്തിൽ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ രാവണനെ ബന്ധിച്ച് ഇടത്തെ കയ്യിലെടുത്ത് ത്രികൂടപർവ്വതത്തെ ഒന്നാകെ വലതു കൈയിലും താങ്ങി ശ്രീരാമപാദങ്ങളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതായിരിക്കും.
ഭാരതിയുടെ ഉത്സാഹാവേശങ്ങൾ കണ്ട് ജാമ്പുവാൻ ഉപദേശിച്ചു. അത്രയ്ക്കൊന്നും ഇപ്പോൾ വേണ്ട. വേണ്ടതെല്ലാം രാമൻ തന്നെ ചെയ്തുകൊള്ളും. നീ ദേവിയെ കണ്ട് വിവരമറിഞ്ഞു വന്നാൽ മാത്രം മതി. നിന്റെ യാത്ര മംഗളമാവട്ടെ. വിഘ്നം വരായിക, കല്യാണം ഭവിക്കാതെ. അങ്ങനെ അനുഗ്രഹിച്ച് ഹനുമാനെ ലങ്കയിലേക്ക് അയക്കുകയാണ്. ലങ്കയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ പിന്നീട്.